BJP ഭരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുത്ത് UDF LDF ധാരണ. 6 കമ്മിറ്റികളിൽ 5ഉം UDFും LDFും വീതിക്കും. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമാണ് BJPക്കുള്ളത്. സഹിൻ ആന്റണി വിശദാംശങ്ങളുമായി ചേരുന്നു. സഹിൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് LDFിൻ്റെയും UDFിൻ്റെയും ഒരു ചേർച്ച, അവരൊന്നിച്ച് തങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന രാഷ്ട്രീയമായിട്ടൊരു ആരോപണത്തിലേക്ക് പോകാൻ BJPക്ക് സാധിക്കുമല്ലോ. എന്താണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒരു ആരോപണം BJPക്ക് വെക്കാൻ കഴിയില്ല സനീഷ്. കാരണം LDF UDFും ബുദ്ധിപരമായി തന്നെയാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. ഇവിടെ BJP ഇടപെടലും തകർന്നു വീണു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ചെയർമാൻ കിട്ടി, പക്ഷേ ശേഷിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. ആകെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നേടാൻ കഴിയുന്നത്. മറ്റ് ഇടങ്ങളിൽ LDF UDFും അത് വീതിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. 3 ഇടങ്ങളിൽ LDF മത്സരിക്കും, അവിടെ UDF മത്സരിക്കില്ല, പകരം അതിൽ നിന്ന് വിട്ടുനിൽക്കും. 2 ഇടങ്ങളിൽ UDF മത്സരിക്കുമ്പോൾ LDF വിട്ടു നിൽക്കും, BJPയുമായി നേരിട്ട് മത്സരിക്കേണ്ടതായി വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും BJPക്ക് അവരുടെ ഭരണം നഷ്ടമാകും. നിലവിൽ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പകരം 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5 എണ്ണം LDFും UDFും വീതിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. മത്സര രംഗത്തേക്ക് ആളെ ഇറക്കാതെയാണ് BJPയുടെ നിന്നും ഈ സ്ഥാനങ്ങൾ അവർ നേടുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയിൽ ഇനി മുന്നോട്ടുള്ള ഭരണം അത്ര സുഗമമാകാൻ സാധ്യത നന്നേ കുറവാണ് സനീഷ്.